അഭൂതപൂർവമായാണ് ഈ സിവിൽ ഡിഫൻസ് ഡ്രില്ലുകൾ നടക്കുന്നത്. കേരളമടക്കം ഈ രാജ്യത്തെ 244 കേന്ദ്രങ്ങളിൽ നാളെ മോക്ക് ഡ്രില്ലുകൾ നടക്കുകയാണ്. എങ്ങനെയാണ് ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടേണ്ടതെന്ന് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് ഇതിനോടകം തന്നെ അതിന്റെ അഡ്വൈസറി വന്നിട്ടുണ്ട്. ജനങ്ങൾ വീടുകൾക്കകത്തിരുന്ന് ലൈറ്റുകളും മറ്റുമൊക്കെ ഓഫാക്കി, അതുപോലെ തന്നെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സേഫ് ഏരിയയിലേക്ക് മാറാനുള്ള പ്രിക്കോഷനൊക്കെ എടുക്കുന്നതിനെ കുറിച്ച് വിശദമായൊരു നോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു വാർ മോഡിലായി കഴിഞ്ഞോ? അഭിലാഷ്, എന്താ ചോദിച്ചാൽ ഇപ്പം ഈ പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ ജനറേഷൻ, ഈവൻ ഇൻക്ലൂഡിങ് നമുക്കെല്ലാവർക്കും ഒരു പുതിയ ഒരു രീതിയാണ്. കാര്യം ശരിക്കും 71-ന് ശേഷം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അത് എസ്പെഷ്യലി നമ്മൾ സൗത്ത് ഇന്ത്യൻ സദേൺ സ്റ്റേറ്റ്സ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പം എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഒരുപാട് കോർഡിനേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ സിവിൽ ഡിഫൻസിലൊക്കെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവുക. പക്ഷേ ഐ ടെൽ യു വൺ തിങ്, ദ മേജർ റോൾ എന്ന് പറയുന്നത് മീഡിയയ്ക്കാണ്. അതായത് ടൈംലി എന്തൊക്കെ പ്രിക്കോഷൻസ് സാധാരണ ആൾക്കാർ എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത്, ടൈംലി ഇൻഫോം ചെയ്യേണ്ടത് മീഡിയയാണ്. വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ സംബന്ധിച്ചിടത്തോളം അവിടെ ബോർഡർ, എസ്പെഷ്യലി അഡ്ജോയിനിങ് ബോർഡർ ലൊക്കേഷനിൽ സർപഞ്ചുകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലെ അവർക്ക് അതിൻ്റെ ഒരു മോഡ് അറിയാം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് അവരുടെ ഒരു 10 വീടുകളുടെ ഒരു ബങ്കർ എവിടെയായിരിക്കും, അല്ലെങ്കിൽ 15 വീടുകളുടെ ബങ്കർ എവിടെയായിരിക്കും, ആരെങ്ങനെ വർക്ക് ചെയ്യണം, കുക്കിംഗ് ഒന്നും പാടില്ല. ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വരില്ല, കാര്യം ഇപ്പോൾ എല്ലാം ഗ്യാസിലാണല്ലോ കുക്കിങ്. നേരത്തെ എന്ന് പറഞ്ഞ അഡ്വൈസറി വരുന്നത് പുകയൊന്നും മുകളിലോട്ടുള്ള ഒരു ലൊക്കേഷൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമായിരുന്നു. എനിക്കറിയാവുന്നത് ആ സമയത്ത് വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്തുകൊണ്ട് കൊച്ചി, ദാറ്റ് ഈസ് എന്താണ് നമ്മളങ്ങനെ ഒരു കൊച്ചിയും ട്രിവാൻഡ്രവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രിവാൻഡ്രം എൻ്റെ സദേൺ ബെൽറ്റ്, കേരളം എന്ന് പറയുന്നത് തന്നെ മേ ബി ഡേഞ്ചർ, ബിക്കോസ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റലേഷൻസ്. ഇന്ത്യൻ ആർമിയുടെ മെയിൻ ട്രെയിനിങ് സെൻ്ററാണ് നമ്മുടെ ഇവിടെയുള്ളത്, ഏഴിമല. ഒന്ന് അത്. രണ്ടാമത് അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനസ്സിലാക്കാനായിട്ട് പറയാം, 2 കാറ്റഗറിയാണ്. അതായത് നമുക്ക് സീ ബെഡ് എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട്, അത് വെറും ഏതാണ്ടൊരു 12 മൈലാണുള്ളത്. അത് കൂടാതാണ് ഈ ഇക്കണോമിക് സോൺ എന്ന് പറയുന്നത്, EEZ എന്ന് പറയുന്നത്, എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് ഉദ്ദേശം 200 മൈലോളം വരും. ഈ 12 മൈല് സീ ബെഡിനോട് ചേർന്ന് നമ്മുടെ സ്വന്തമാണ്. അവിടെ നമ്മുടെ എക്സ്ക്ലൂസീവ് കംപ്ലീറ്റ് സോവറിൻ റൈറ്റ് ആണുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ 220 മൈൽ എന്ന് പറയുന്നത്, അവിടെ നമുക്ക് ഫിഷിങ്, അതുപോലെ തന്നെ മൈനിങ്, അതുപോലെ എന്താ പറയണത്, ഓയിൽ, ഗ്യാസ് പൈപ്പ് ലൈൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റൈറ്റ് ഉണ്ട്, ബട്ട് സോവറിൻറ്റി ഇല്ല. ആ ഏരിയയിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് നാവിഗേഷൻ നടത്താം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഈ 20 മൈൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ്. അതിനകത്ത് എയർ സ്പേസും നമ്മുടെ, സീ ബെഡും നമ്മുടെ, അങ്ങനെയാണ് അതിൻ്റെ രീതി വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 20 മൈൽ കഴിഞ്ഞതിന് ശേഷം എനിബഡി ക്യാൻ യൂസ് ദെയർ ഷിപ്പ്, ആ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഞാനത് പ്രത്യേകം പറയേണ്ടല്ലോ, അവരുടെ ആ ഒരു ഇതിൽ നിന്ന് വരുന്ന ഡിഫറൻസ് അല്ലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് മിസൈലിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും, ഇത് വേഴ്സ് കം വേഴ്സ് സിറ്റുവേഷൻ ആണ്. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളത്. രണ്ടാമത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. വളരെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇന്ന് വരെ ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും വിചാരം വാർ ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ശരിയാണ്, നടക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ വന്നാൽ പോലും എന്താണ്, നമുക്കൊന്നും പറ്റില്ല എന്നുള്ള എല്ലാവരുടെയും മനസ്സിലൊരു വിചാരമുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇൻ കേസ് ഓഫ് ഫുൾ ഫ്ലെഡ്ജ് വാർ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. സംതിങ് ക്യാൻ ഹാപ്പൻ. ഫുൾ ഫ്ലെഡ്ജ് വാർ വരുവാണെന്നുണ്ടെങ്കിൽ. ഒന്ന്. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, മീഡിയയാണ് മെയിൻ റോൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ടൊരു കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഈ ഏജൻസികൾ എല്ലാവരും വരുന്നുണ്ട്. ഹോം മിനിസ്ട്രിയാണ്, അല്ലെങ്കിൽ ഹോം അഫയേഴ്സ് ആണ് മെയിനായിട്ട് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സൈറണും കാര്യങ്ങളും ഒക്കെ ഈ ഫ്ലഡിനൊക്കെ കൊടുക്കുന്ന KSDMA കയ്യിലായിരിക്കാം. അപ്പോൾ KSDMA അതനുസരിച്ചുള്ള വാണിംഗ് കൊടുക്കണം. പക്ഷേ ഇതിനൊക്കെയുള്ള പ്രശ്നം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫക്റ്റീവ് കോർഡിനേഷനാണ്. ബ്ലെയിം ഗെയിം ഒരിക്കലും നടക്കാൻ പാടില്ല. ആ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഇൻഫോം തന്നില്ല, അത് ഞങ്ങളുടെ ജോലിയല്ല. ഇതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് പക്ഷേ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്തില്ല എങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു വിഷയങ്ങൾ സംഭവിക്കാം.